ശിവ, നീ എങ്ങോട്ടേക്ക് പോകുന്നേ? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. കൈവിടാം, എനിക്ക് പോണം. കൈവിടാനല്ലേ പറഞ്ഞത്? ശരി, കൈവിട്ടു. എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? അവൾ അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോ നീ അവൾ അങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. അതിനിപ്പോ നീ ഇങ്ങനെ മുഖം മുറിപ്പിച്ചിരിക്കേണ്ട കാര്യം എന്താ? അഹങ്കാരത്തിന് കൈയും കൊണ്ടു വെച്ച പെണ്ണ്. നീ വന്നു, മോളെവിടെ? ഞാൻ വിളിച്ചു, അവൾക്ക് വരാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ എങ്ങനെയാ വിളിച്ചത് മോളെ? ദേഷ്യപ്പെട്ടിട്ടോ? പിന്നെ എങ്ങനെയാ മോള് വരുന്നത്? ഞാൻ എനിക്ക് മര്യാദയ്ക്ക് പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ പോയി വിളിച്ചത്. ഇതേ കൂടുതൽ താഴ്ന്നു കൊടുക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ചേച്ചി, ഞങ്ങൾ ഇറങ്ങുക. അവളവിടെ ഒറ്റയ്ക്കല്ലേ, കുറെ നേരമായിട്ട് കാണാതിരുന്ന ശരിയാവില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. എടാ സച്ചി, ഇറങ്ങുവാണ്. അമ്മയ്ക്ക് എവിടെ പോവാ? ഞാൻ അവളുടെ അടുത്തേക്ക് പോവാ. അവൾക്ക് എന്താ കുഴപ്പമൊന്നും ചോദിക്കണ്ടേ? അമ്മ അപ്പൊ തൽക്കാലം അവള് വെറുതെ വിടും. അവള് കുറച്ചു നേരം അവിടെ നിന്ന് സമാധാനമായിട്ട് ഇരുന്നോട്ടെ. ഓ ആയിക്കോട്ടെ. ഇനി ഞാനായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോണില്ല. ഗുഡ് മോർണിംഗ് സുന്ദരിക്കുട്ടി, എന്തൊക്കെയുണ്ട്? എന്താ ചായക്ക്? എന്താ അമ്മ, എന്തു വെച്ച്? എന്താ മുഖം വല്ലാണ്ടിരിക്കുന്ന? സച്ചു എന്തെങ്കിലും പറഞ്ഞോ? ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായി എല്ലാവരും കൂടി എന്റെ തലയിൽ കുറിക്കാം. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്ന ആർക്കും കാണാൻ പാടില്ല അല്ലേ? മനുഷ്യന്റെ ദേഷ്യം പിടിക്കാനായിട്ട്. എന്താ അമ്മ? അമ്മ എന്താ വെച്ച്? എന്താ പ്രശ്നം? നീ എന്നോട് സംസാരിക്കണ്ട. നിന്നോട് ഇന്നലെ ഞാൻ ശിവമാളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് നീ അവളെ കൂട്ടിയല്ല വന്നത്. ഇന്ന് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് നീ ഇത് പറയുന്നെന്നുള്ള ഒരു വിചാരം നിനക്കുണ്ടായിരുന്നു. ഒന്നിന് ചിലവ് നിന്റെ അമ്മാവനെ മാത്രമല്ലേ? അപ്പൊ നിനക്ക് കുറച്ചും കൂടി മര്യാദയ്ക്കൊന്ന് സംസാരിക്കായിരുന്നു. ഇപ്പൊ അവരുടെ മുന്നിൽ അച്ഛനെ ഞാൻ നാളെ കെട്ട പോലെ ആയില്ലേ? അത് മോളുടെ കയ്യിൽ ഇരുപത് കാരണമല്ലോ എനിക്കതുകൊണ്ട് പറയേണ്ടി വന്നത്. ശരി, ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അമ്മായിയുടെ അമ്മാവിൻ്റെ അടുത്ത് പോയി സോറി പറയണം. എടാ, നീ അവളുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കും. എനിക്ക് നിങ്ങൾ വഴക്കിട്ട് നടക്കുന്നത് കാണുമ്പോഴാണ് ഒരു എന്തോ പോലെ തോന്നുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നടന്ന കൊച്ച? പെട്ടെന്ന് അവൾ എങ്ങനെയാവുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട്. അത് നീ കാരണമാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം. എൻ്റെ മോൻ കാരണം ആരും അങ്ങനെ വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് നീ ഒന്ന് അവളുടെ അടുത്ത് പോയി സംസാരിക്കും. പണങ്ങൾക്കൊക്കെ മാറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർക്കാൻ നോക്കും. ഇങ്ങനെ പിണക്കവും വഴക്കുമായിട്ട് നടക്കുന്ന എന്തിനോ? നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ? ശരി, അമ്മ പറഞ്ഞ പോലെ ആയിക്കോട്ടെ. ഞാൻ അവളുടെ അടുത്ത് ഒന്നുകൂടെ പോയി സംസാരിച്ചോളാം. സോറി പറയാം. ഇനിയൊന്ന് ചിരിച്ചൂടെ? എൻ്റെ അമ്മ കുഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുന്നതോ മുഖം ഉറപ്പിച്ചിരിക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നീ ഇത് എന്ത് ഈ തപ്പുന്നേ? കുറെ നേരമായാലോ മേശപ്പുറത്തിട്ട് അടിച്ചു വാരി തൂക്കുന്നു. എന്റെ സ്കൂട്ടിയുടെ താക്കോൽ എവിടെ? ഏട്ടനല്ലത് എപ്പോഴും എടുത്തോണ്ട് പോകുന്നത്. എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ സ്കൂട്ടി എപ്പോഴും ഉപയോഗിക്കരുതെന്ന്. എന്നെ ഒരു ബൈക്ക് മേടിച്ചു തന്നിട്ടില്ലേ? അത് ഉപയോഗിച്ചാ പോരെ? എന്റെ താക്കോൽ എവിടെ? നിന്റെ താക്കോലി ഞാൻ എടുത്ത് തിന്നു. ഇത്രയും നാളും നിനക്ക് സ്കൂട്ടി വേണ്ടായിരുന്നല്ലോ. അത് അന്നാളൊരു ദിവസം എന്റെ ഫ്രണ്ട് എടുത്തോണ്ട് പോയപ്പോ അവിടെ ഒന്ന് തട്ടി. അത് പണിക്ക് ചെയ്തേക്കാം. കുറച്ചു ദിവസം കഴിയും. പട്ടി ആരോട് ചോദിച്ചിട്ടാണ് എന്റെ സ്കൂട്ടിയുടെ താക്കോലൊക്കെ എടുത്തിട്ട് മറ്റെടുത്തിന് കൊടുക്കുന്നത്? വണ്ടിയുടെ താക്കോൽ എടുത്ത് കൊടുക്കായിരുന്നല്ലോ. എന്നാ ഞാൻ ചെയ്യാൻ? എന്റെ സ്കൂട്ടി അതിന് എനിക്ക് ആശയം മേടിക്കുന്ന സ്കൂട്ടി ആരെയും ഇപ്പൊ കൊണ്ട് തന്നു. എനിക്ക് പേടിക്കണ്ട, ഒരാഴ്ചക്കുള്ളില് സ്ഥാനം കൈ കിട്ടും. ഞാൻ വേഗം പണി തീർത്ത് കൊണ്ടുതരാൻ പറയാം. ഒരാഴ്ചക്കുള്ളിൽ എന്റെ സ്കൂട്ടി എവിടെ ഇല്ലെങ്കിൽ എന്റെ ബൈക്ക് ഉണ്ടല്ലോ അതിനെ മുറിട്ട് കേട്ടിക്കളയില്ലേ? എടീ, ഞാൻ കൊണ്ടാക്കണം. നീ ഇങ്ങനെ പോന്നെ? ഒരു ഭാഗം കഴിക്കാതെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതായിരുന്നു വീണ പിന്നെ ഇങ്ങോട്ടൊക്കെ തിരിച്ചു വരേണ്ടി വരും. അതൊക്കെ നീ കഴിച്ചു പോകണം. ഇവിടെ ഏത്തപ്പഴം മുഴുവൻ വെച്ചിട്ടുണ്ട്, മുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഒരു പ്രോട്ടീനും തേങ്ങയൊന്നും. നിങ്ങളെ മോനുണ്ടല്ലോ, മോന് കൊടുത്താൽ മതി പ്രോട്ടീനൊക്കെ. ഹായ് ശിവേച്ചി. എന്ത് ചേച്ചി ചേച്ചി ഇവിടെ നിൽക്കുന്നു? ഇന്ന് ആദ്യമായിട്ട് ശിവേച്ചിനെ കൊണ്ടുപോയില്ലേ? നീ വരുന്നുണ്ടോ? എന്റെ ചേച്ചി വരുന്നുണ്ടോന്ന് ചോദിച്ചിട്ടാണ്. ചേച്ചി കോളേജിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ശിവജി ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. എന്നാലും കാറ് കയറുക. എന്തായാലും ഞങ്ങൾ അങ്ങോട്ടല്ലേ, നമുക്ക് ഒന്നിച്ച് പോവാം. ഞാൻ ആരുടെ കൂടെ വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പൊക്കോ. എന്താണ് പ്രശ്നം? എങ്ങനെ ചേച്ചിക്ക് നമ്മളടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ആദ്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ട് നീ ഇതൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്താ നീ പറഞ്ഞത്? അത് അങ്ങനെ ഇത്ര വലിയ പ്രശ്നമൊന്നും ഞാനും വിചാരിച്ചില്ല. ഇവരിടയ്ക്ക് വിളിക്കുണ്ടാവാറുണ്ടല്ലോ, അത് കഴിഞ്ഞ് കൂട്ടാവാറുണ്ട്. പക്ഷെ ഇതിപ്പോ നമുക്ക് നോക്കാം. ചേച്ചി ഇനിയിപ്പോ അങ്ങോട്ടേക്കുള്ള ബസ്? ഇനി അങ്ങോട്ട് 10 കഴിഞ്ഞിട്ടുള്ളൂ മോളെ. എന്താണ് ഇത്ര ലേറ്റ് ആയത്? 10 മണിക്കൊക്കെ ക്ലാസ് തുടങ്ങുന്നതെന്ന് അറിയാൻ പാടില്ലേ? ഇതിപ്പോ സമയം 10:45. ഇത്ര നേരം ഞാൻ എന്തെടുക്കായിരുന്നു? ഒരു എക്സ്ക്യൂസസും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് HOD-നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. ചെല്ലു. ഞാൻ തിരിച്ചു പോകുന്നത്. എന്താണോ എന്നിട്ടാണ് അവിടുന്ന് പെറുപുറക്കുന്നത്? വേഗം പോയി കണ്ടിട്ടോ. സാർ, എനിക്കിന്ന് രാവിലെ ബസ് കിട്ടിയില്ലായിരുന്നു. സോ ഞാൻ വൈകിയാണ് വന്നത്. അപ്പൊ സാറ് പറഞ്ഞു HOD-നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. സച്ചിൻ തന്നെ രാവിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അത് അവന്റെ വണ്ടി കയറി പോരാന്നത്? ഇത്രയും ദിവസം നീ അങ്ങനെയല്ലേ പോന്നോണ്ടിരുന്നത്? ഇത്രയും ദിവസം അങ്ങനെയായിരുന്നു, പക്ഷെ ഇനി തൊട്ട് അങ്ങനെയല്ലല്ലോ. എന്താ നിന്റെ പ്രശ്നം? ശരി, ഓക്കെ, ഐ എം സോറി. ഞാൻ നിന്നെ അങ്ങനെ ഇട്ടിട്ട് പോകുന്നതും നിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയതും സംസാരിച്ചതിനൊക്കെ സോറി. ഐ എം റിയലി സോറി. സാർ, ഞാൻ എന്താണ് സാറിൻ്റെ അടുത്ത് പറയണതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. ശിവ, നമ്മുടെ ഇടയിലുള്ള പ്രശ്നം തീർക്കാനാണ് ഞാൻ നോക്കുന്നത്. നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കൂടി. എന്തിനാ നീ ഇനിയും വഴക്കുണ്ടാക്കാൻ നോക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഐ എം റിയലി സോറി. ചേച്ചിക്ക് എന്ത് ദേഷ്യമാണ്? ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ചേച്ചിനെ കൊണ്ടാക്കിയിട്ട് എന്നെ കൊണ്ടാക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞേനെ. എനിക്കതൊന്നും അറിയില്ലായിരുന്നു ചേച്ചി. ചേച്ചി എന്നോട് ചൂടാവരുത്. അയ്യോ പെണ്ണെ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമല്ല. എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. നീ അത് വിട്ടേക്കാം, ഓക്കെ? അവളോട് ക്ഷമിച്ച സ്ഥിതിക്ക് എന്നോടും കൂടി ഒന്ന് ക്ഷമിച്ചൂടെ? അതെനിക്കൊന്ന് ആലോചിക്കണം. നിന്നോട് ക്ഷമിക്കണോ വേണ്ടയോന്നൊക്കെ. അതൊക്കെ പോട്ടെ. നാളെ ആദ്യേട്ടന്റെ ബർത്ത്ഡേ ഇല്ലേ? വീട്ടിലെന്താ പരിപാടി? എനിക്കറിയില്ല. നീ സ്വന്തം അനിയനോട് ഇരിപ്പുണ്ടല്ലോ, അവനോട് ചോദിച്ചൂടെ? ഞാൻ അങ്ങോട്ട് വേറെ ബന്ധത്തിലൊന്നുമല്ലല്ലോ. പിന്നെ എനിക്കെങ്ങനെ അറിയാം അവരെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും? എല്ലാ പ്രാവശ്യവും നമ്മളെല്ലാവരും കൂടെ അല്ലേ പ്ലാൻ ചെയ്യാറ്? ഇന്നത്തെ നമുക്ക് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തൂടെ? എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ ആർക്കും ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനുമില്ല, ഗിഫ്റ്റ് കൊടുക്കാനുമില്ല, വിഷ് ചെയ്യാനുമില്ല. എനിക്കതൊന്നും ഈ കാര്യങ്ങളിൽ ഇപ്പൊ ഇടപെടാൻ യാതൊരു താല്പര്യമില്ല. സോ അതുകൊണ്ട് എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഞാൻ പോവാം.
ശിവ ഒന്ന് നിന്ന്, നീ ഇത് എങ്ങോട്ടേ പഠിച്ചു കുത്തി ഓടുന്നേ? രാവിലെ ഏട്ടാ ഞാൻ ബസ്സിൽ പോകാൻ വേണ്ടിട്ട് വേഗം പോണം. ഭയങ്കര തിരക്കാ. രാവിലെ തന്നെ ഞാൻ ഒത്തിരി ലേറ്റ് ആയിട്ടാ വന്നത്. വീട്ടിലെത്താൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വൈകും. അതുകൊണ്ട് ഇടിച്ചു കുത്തി കഴിഞ്ഞ് ബസ്സിൽ കയറി പോട്ടെ. ശരിയെന്നാ. നീ എന്തിനാ വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നേ? നീ എന്റെ കൂടെ പോര്, ഞാൻ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടാക്കിട്ട് പോകും. സത്യമാണോ? സത്യമായിട്ട് എന്നെ കൊണ്ടാക്കോ? എന്റെ പൊന്നു രാവിലേട്ടാ, താങ്ക് യു സോ മച്ച്. എന്തൊരു കഷ്ടപ്പെട്ടിട്ടാണ് ബസ്സിൽ വരുന്നത്. ബസ്സിൽ വരുന്നവരൊക്കെ സമ്മതിക്കണം. ഇത്ര നാളെ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം കോളേജില് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സ്കൂട്ടിക്കല്ലേ വന്നോണ്ടിരുന്നത്. ഇന്നാണെങ്കിൽ ആ ഏട്ടൻപട്ടി എന്റെ സ്കൂട്ടർ കൊണ്ട് ഒരു പുള്ളിക്കാരന് കൊടുത്ത് അതുകൊണ്ട് എവിടെയോ തന്നെ തള്ളിയിട്ട് ഇപ്പൊ വർക്ക്ഷോപ്പിൽ കിടക്കാം. ഇനി വണ്ടി ഒരാഴ്ച കഴിഞ്ഞിട്ട് അതുവരെ ഞാനിങ്ങനെ കഷ്ടപ്പെടണം. എന്തായാലും താങ്ക് യു സോ മച്ച്. വാ നമുക്ക് വേഗം പോകാം. എന്താ ഒരു വർത്താനമുണ്ട്. അവനെ കാണുമ്പോൾ മാത്രം അവൾക്ക് ചിരിച്ച് സംസാരിക്കാം. മരിച്ചിട്ട് നിൽക്കുന്ന കാണാൻ പാടില്ല. അവൾക്ക് എന്റെ വണ്ടിയിൽ വന്നാൽ എന്താ കുഴപ്പം? എന്ത് പറ്റിയേട്ടാ? നോക്കുന്നൊക്കെ ചുവന്നിട്ടുണ്ടല്ലോ. എന്താ പറ്റാ? സച്ചു മിണ്ടാണ്ട് പൊക്കാനും മുന്നേന്ന്. ഏട്ടാ ചേച്ചി എടുത്തപ്പോ സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുണ്ട്. അവളിപ്പോ എന്റെ അടുത്തൊക്കെ മിണ്ടുന്നുണ്ട്, ഏട്ടന്റെ അടുത്ത് മാത്രമേ മിണ്ടാത്തുള്ളൂ. എടാ ഞാൻ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് എന്ത് ഗുളിക കഴിക്കുന്ന പോലെ പോയി സോറി പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇതെന്താ നമുക്ക് അക്സെപ്റ്റ് ചെയ്താ? ഇത്ര നാളില്ലാത്ത പ്രശ്നമാണല്ലോ ഇപ്പോ. മനുഷ്യന് ദേഷ്യം പിടിക്കുന്നുണ്ട്. സച്ചു നാളെ അവള് ബർത്ത്ഡേയുടെ വല്ല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അത് ഞാൻ പറയാൻ മറന്നു. ചേച്ചിക്ക് ഇപ്രാവശ്യം മോന്റെ ബർത്ത്ഡേ പോലും സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, വിഷ് ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാ എന്റെ അടുത്ത് പറഞ്ഞത്. മോൻ അതൊന്നും പ്രതീക്ഷിച്ചിരിക്കല്ലേ? അവിടെ ഞാൻ ഇനി എന്ത് ചെയ്യൂടാ? ഈ പെണ്ണിന്റെ പിണക്കൊന്നും ഞാൻ എങ്ങനെ മാറ്റും? പിണക്കം മാറ്റി ഞാൻ ഏട്ടനെ സഹായിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഏട്ടൻ കൃത്യമായി മറുപടി തരണം. എന്തുത്തരം? തേങ്ങയിലാവട്ടെ, നീ ചോദിക്കും. ഏട്ടന് ചേച്ചിന് ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചാ മനസ്സിലായില്ല. ഒരുപാട് കളിക്കാൻ ഞാൻ ഇപ്പൊ ഇതൊന്നും ഇട്ടിട്ട് പോവും. മോന് മനസ്സിലായി, എനിക്ക് നല്ലോണം മനസ്സിലായി. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൾ ഇത്ര നാളും ചേട്ടന്റെ പുറകെ എന്തിനാണോ നടന്നത് അതാണ് അവൾക്കുള്ള ഇഷ്ടം. അതേപോലെ ഇഷ്ടം തനിക്കുണ്ടോ എന്നാണ് ഞാനിപ്പോ ചോദിച്ചത്. അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കിഷ്ടമാണ്. പക്ഷെ നീ ഇതിപ്പോ പോയി ആളുടെ അടുത്ത് പറയാൻ നിൽക്കല്ലേ. പിന്നെ ഒന്നാമത് നന്നായിട്ട് പഠിക്കുന്ന കൊച്ചല്ല. ഇരങ്ങാനും അറിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങും. ഒരു വക ശ്രദ്ധിക്കൂല. എൻ്റെ അടുത്ത് കുഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുള്ളൂ. അതാ പിന്നെ ഞാനൊന്നും പറയാത്തത്. അത് ഞാൻ സമയമാകുമ്പോ പറഞ്ഞോളാം. നീ ഇപ്പൊ അതൊന്നും പോയി പറയില്ല കേട്ടോ. കൊച്ചു കള്ള മനസ്സിൽ ഇഷ്ടം വെച്ചോണ്ട് ഇരിക്കാറില്ലേ? ഇപ്പൊ തന്നെ പോയി എടുത്തോട് പറഞ്ഞു. ഇഷ്ടമൊക്കെ നമുക്ക് സമയമാകുമ്പോ അറിയിക്കാം. നീ ഇപ്പൊ അവളുടെ പിണക്കം മാറ്റാനുള്ള വഴി എന്തെങ്കിലും പറഞ്ഞു? ആവോ എനിക്കൊന്നും അറിയില്ല. ചേട്ടൻ തന്നെ പോയി സോറി വരാം. പറ്റി നീ എന്റെ അടുത്ത് ഒരു പരിഹാരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടല്ലേടാ ഞാൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. മര്യാദയ്ക്കൊന്ന് പറഞ്ഞു താടാ. എന്താണ് അമ്മയാണെങ്കിൽ അവന്റെ അടുത്ത് സോറി പറഞ്ഞ ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞേക്കാം. പ്ലീസ്. എന്തായാലും നാളെ ഏട്ടന്റെ ബർത്ത്ഡേ അപ്പൊ എന്തായാലും അവള് വീട്ടിലോട്ട് വരാണ്ടിരിക്കില്ല. ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാ പോലും ഏട്ടന്റെ ബർത്ത്ഡേക്ക് അവള് വരാതൊന്നും ഇരിക്കില്ലായിരിക്കും. അപ്പോ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് സോൾവ് ചെയ്യാം. ഓക്കെ അങ്ങനെയെങ്കിലും ആ പെണ്ണിന്റെ പിണക്കൊന്ന് മാറിയാൽ മതിയായിരുന്നു. അവളെന്തോ മിണ്ടാണ്ടെടുക്കുമ്പോ എനിക്ക് എന്തോ പോലെടാ. ഇത്ര നേരം ചെലവലാന്ന് ചലിച്ചോണ്ടിരിക്കുമ്പോ എനിക്കതൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്തോ മിണ്ടാണ്ട് നടക്കുമ്പോ വല്ലാത്തൊരു വിഷമം പോലെ. അത് സാരില്ല ഏട്ടാ, നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. നാളെ എന്തായാലും ആയിക്കോട്ടെ. ഓക്കെ ഞാൻ രാഹുലേട്ടന്റെ അടുത്ത് പോവാമ്മ. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. കൊറേ നാളായി രാഹുലേട്ടൻ എന്നെ വിളിക്കുന്നു. അപ്പൊ ഇന്നൊന്ന് പോയിച്ച് വരാന്ന് വിചാരിച്ചു. അപ്പൊ നീ ഇന്ന് ആദ്യം ബർത്ത്ഡേ
ആഘോഷിക്കാൻ വരുന്നില്ലേ? അമ്മായി രാവിലെ തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ എപ്പോ അങ്ങോട്ട് വരുന്നില്ല? ഞാനൊന്നുമില്ല, അമ്മ അച്ഛനൊക്കെ പോയാൽ മതി. ഞാൻ എന്തായാലും ലേറ്റ് ആവും വരാൻ. എന്നെ നോക്കിയിരിക്കണ്ട. നിങ്ങളെന്തെങ്കിലും കഴിക്കണ്ടെങ്കിൽ കഴിച്ചോ, ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ. ഞാൻ ചിലപ്പോ രാത്രിയായിട്ടേ വരത്തുള്ളൂ. അതെ, ഒരുപാട് രാത്രിയാക്കാനൊന്നും നിൽക്കണ്ട. ഒരു 6 മണി അതിനുള്ളിൽ വീട്ടിൽ കയറിക്കൊള്ളാം കേട്ടല്ലോ. 7 മണിക്ക് അവിടെ കേക്ക് മുറിക്കലൊക്കെ ഉണ്ട്. അതിലെങ്കിലും നീ വാ. ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാവാന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഞാൻ ഇപ്പൊ എങ്ങനെയും പറഞ്ഞോളാം. പക്ഷെ വൈകുന്നേരം കേക്ക് മുറിക്കാൻ നേരത്തെ നീ അവിടെ ഉണ്ടാവണം. ഇല്ലമ്മ, 7 മണിക്ക് നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്യും. സിനിമ കാണാൻ കയറുക, അതുകൊണ്ട് ഞാൻ 7 മണിക്കൊന്നും വരത്തില്ല. പെണ്ണെ, ഞാൻ പറഞ്ഞ പോലെ 7 മണിയാകുമ്പോ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ അവന്റെ കേക്ക് മുറിക്കുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടായിക്കോളാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. മര്യാദയ്ക്ക് അങ്ങോട്ട് വന്നോളാം. അമ്മോട് എതിർക്കാനൊന്നും ഞാനില്ല, ഞാൻ ഇറങ്ങാം. എന്തായാലും ഞാൻ വൈകിട്ടേ വരത്തുള്ളൂ. അത് അമ്മ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, അച്ഛനോട് പറഞ്ഞേക്ക്, ചേട്ടനോട് പറഞ്ഞേക്ക്, പിന്നെ അവന്റെ അടുത്ത് പറഞ്ഞേക്ക് എന്റെ വണ്ടി നാളെ രാവിലെ തന്നെ ഇവിടെ എത്തിക്കോളണം. ഒരു വാക്ക് പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ എങ്ങനെയാ ചേർക്കുന്ന ദേഷ്യം വരാതിരിക്കുന്നത്? വെറുതെയല്ല വഴക്കിട്ട് നടക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ. എന്താ പരിപാടി? താങ്ക് യു. ഇന്നെന്താ അമ്മ എന്നാണ്ടൊക്കെ സദ്യ ഒരുക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു കേക്ക് മുറിക്കും, അത്രയൊക്കെ തന്നെ. അല്ലാണ്ട് വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. അമ്മായി അവള് വന്നില്ലേ? അവളെ കണ്ടില്ല. അവൾ ഏതോ ഫ്രണ്ടിനോട് കറങ്ങാൻ വന്നോ, അവന്റെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടെന്നോ, വൈകിട്ടൊക്കെ വരത്തുള്ളൂ എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേക്ക് മുറിക്കണേക്കാൾ മുമ്പ് ഇങ്ങോട്ട് വരണമെന്ന്. വരുമോ എന്തോ, പറഞ്ഞവരനുസരിച്ചില്ലല്ലോ ഈ പെണ്ണിന്. ആദ്യയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് മോൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് എന്താ? മോളോട് ഞാൻ ഇന്നലെയും കൂടി വിളിച്ച് പറഞ്ഞതാ, വേറെ ഒരു പരിപാടി ആക്കരുത്, മോള് രാവിലെ തന്നെ ഇവിടെ വരണമെന്ന്. അങ്ങനെയൊന്നുമില്ല ചേച്ചി, അവൾ ഇത് കുറെ നാളായി ആഗ്രഹിക്കുന്നു. ആ ചെറുക്കനെ വീട്ടിലേക്ക് ആ ചെറുക്കൻ കുറെ നാളായി വിളിക്കുന്നു, അതുകൊണ്ടാ പോയത്. വൈകിട്ടാകുമ്പത്തേനും വരുമായിരിക്കും, അല്ലാണ്ട് വരാതൊന്നും ഇരിക്കില്ല. എടി, നമുക്ക് സിനിമയ്ക്ക് പോയാലോ? നീ പറഞ്ഞല്ലേ 7 മണിക്ക് സിനിമയ്ക്ക് ബുക്ക് ചെയ്യാന്ന്. ഞാൻ ബുക്ക് ചെയ്യട്ടെ? ഇപ്പോഴേ ബുക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇപ്പൊ തന്നെ സമയം 6 മണിയായില്ലേ? അത് പിന്നെ രാവിലെ എനിക്ക് വീട്ടിൽ പോണം. ഇന്ന് ആദ്യത്തിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ അവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയില്ലെങ്കിൽ അത് ശരിയാവില്ല, അതുകൊണ്ട് നമുക്ക് സിനിമയൊക്കെ പിന്നൊരു ദിവസം ആക്കാം. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി. രാവിലെ കൂടെ ഈ രാവിലെ മൊത്തം ടൈം സ്പെൻഡ് ചെയ്തപ്പോഴും എൻ്റെ മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളും ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും നേരെ എനിക്ക് കാണാം ഒന്നുകൂടി ഇതേപോലെ. നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തപ്പോ സമയം പോയതേ ഞാൻ അറിഞ്ഞില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. എന്തായാലും നമുക്ക് ഇതേപോലെ ഒരു പ്രാവശ്യം കൂടി കൂടാം. ഓക്കെ, ശരി എന്നാ. മോള് വന്നോ? മോള് ഞാൻ രാവിലെ ഇന്നലെ വിളിച്ചതല്ലേ, രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ മോൾ ഇങ്ങോട്ട് വരാതെ രാഹുലിന്റെ വീട്ടിൽ പോയതോ? മോക്ക് ഇപ്പോഴും പിണക്കാണോ അമ്മയോടെ? അതെ, മോക്ക് അടുക്കളയിൽ പായസം എടുത്തു വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊണ്ട് കൊടുക്ക. ശിവ, പായസം എനിക്ക് വേണ്ട. ഞാനിപ്പോ അങ്ങനെ മധുരമൊന്നും കഴിക്കാറില്ല. കുറച്ച് ഇതിന്ന് കഴിച്ചെന്ന് വെച്ച് വലുതായിട്ട് വണ്ണമൊന്നും വെക്കത്തില്ല. ഇത് ഇത്തിരി കഴിച്ചു നോക്ക്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നേ? ഇതൊക്കെ നമ്മൾ സഹിക്കണം. പെണ്ണുങ്ങളുടെ മുമ്പിലേ ഇതെല്ലാം ഇതിനപ്പുറം കേൾക്കേണ്ടി വരും. നമ്മളാണ് സോറിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. അപ്പൊ ഏട്ടൻ ഇതൊക്കെ സഹിച്ചേ പറ്റും. അതുകൊണ്ട് റിലാക്സ്. ഓക്കെ, എന്നാ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? ഇനി വൈകിക്കണ്ട, വാ. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ
മധുരം കഴിക്കുന്നില്ലെന്ന്. പിന്നെ എന്തിനാ പിന്നെ കേക്ക് കൊണ്ടു തരുന്നേ? എനിക്ക് വേണ്ട. ശിവ, ഒരു പീസ് കഴിച്ചു എന്ന് വെച്ചിട്ട് നിന്റെ വണ്ണം ഒന്നും കൂടത്തില്ല. അത് ഞാൻ ഗ്യാരണ്ടി. നിന്റെ ശരീരത്തിൽ അങ്ങനെ അത്ര പെടുന്ന പിടിക്കുന്ന ആളല്ലല്ലോ. ഒത്തിരി കഴിക്ക്. ബർത്ത്ഡേ കേക്ക് അല്ലേ അത്? എനിക്ക് വേണ്ട. ഞാൻ മധുരം കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. വേണ്ട. ഞാൻ എന്തിനാ പിന്നെ കേക്ക് കഴിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ട് ഞാൻ കേക്ക് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. അപ്പൊ ശിവേച്ചി ഇന്ന് ഒരു പേസ്ട്രി കഴിക്കുന്ന ഫോട്ടോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതപ്പോ മധുരമില്ലായിരുന്നു? അത് പിന്നെ അത് കഴിച്ചോണ്ടാ എനിക്കിപ്പോ അത് കഴിക്കാൻ പറ്റാതിരിക്കുന്നത്. കാരണം ഒരുപാട് മധുരമായി നമുക്ക് എന്തെങ്കിലും പറ്റും, അതുകൊണ്ട് എനിക്ക് വേണ്ട. എന്നോടുള്ള ദേഷ്യമാണെങ്കിൽ അത് പറഞ്ഞാ പോരെ. എന്തിനാ അത് വെറുതെ കേക്കിനോട് കാട്ടുമ്പോ? ശരി, നീ കഴിക്കണ്ട. ഏട്ടാ നിക്ക്. ശിവ, ഈ ചെയ്തത് അത്ര നല്ല കാര്യമൊന്നുമല്ല. എനിക്ക് അവനോട് ദേഷ്യമുണ്ട്. എന്ന് വെച്ചിട്ട് ഒരു ബർത്ത്ഡേ കേക്ക് തരുമ്പോ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. നീ മര്യാദയ്ക്ക് അവൻ്റെ അടുത്ത് പോയി സോറി പറഞ്ഞു. ഞാൻ എന്തിനാ അമ്മ സോറി പറയുന്നത്? ഞാൻ അതിന് എന്ത് തെറ്റാ ചെയ്തത്? എനിക്ക് കേക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ മധുരം കഴിക്കില്ല, അപ്പൊ എനിക്ക് കേക്ക് വേണ്ട. അതിനിപ്പോ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതിന് മാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ സോറി ഒന്നും പറയില്ല. വേഗം കഴിച്ചിട്ട് വരാൻ നോക്ക, എനിക്ക് വീട്ടിൽ പോകണം. മോളെ ശിവ, അച്ഛൻ പറയുന്ന കേട്ടെ. മര്യാദയ്ക്ക് അവൻ്റെ അടുത്ത് പോയി സോറി പറഞ്ഞിട്ടോ ചെല്ലാം. ഇപ്പം നീ ചെയ്തത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാ, അതുകൊണ്ട് മോള് പോയി സോറി പറഞ്ഞിട്ട് വന്നാൽ മതി. ചെല്ലും, ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ പോയി റൂമിലൊന്നും കാണുന്നില്ലല്ലോ. ഓ, ചിലപ്പോ ബാൽക്കണിയിൽ പോയി നിൽക്കുന്നുണ്ടോ? അവിടെ കൂടി നോക്കാം. സർ, ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞാനത് അറിഞ്ഞു വെച്ചോണ്ടൊന്നും ചെയ്തു. നീ എന്താ വിളിച്ച? സാറെന്നോ? എന്നെ പഠിപ്പിക്കുന്ന സാറിനെ പിന്നെ ഞാൻ സാറെന്നല്ലാതെ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ഇത്രയും കാലം പക്ഷെ നീ അങ്ങനെ അല്ലല്ലോ വിളിച്ചോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ എന്താ ഒരു മനമാറ്റം? കുറെ കാര്യങ്ങൾ മാറ്റേണ്ട സമയത്ത് മാറ്റിക്കൊള്ളണം, ഇല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്താണോ മാഡം മാറ്റേണ്ട സമയത്ത് മാറ്റേണ്ട കാര്യങ്ങള് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ കേക്കട്ടെ. അതിൽ നിന്നത്തിന് നിങ്ങൾ എന്നെ എടുത്തിട്ട് വരുന്ന ഇത് മാറിയുന്നു, എനിക്ക് ദേഷ്യം വരും. മാറി നിന്നില്ലേ നീ എന്നെ എന്ത് ചെയ്യും? നീ പറഞ്ഞല്ലോ നിനക്ക് മധുരമൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ലാന്ന്. ഞാനേ എന്നാ വേറൊരു മധുരം തരട്ടെ, മോക്കത് ഇഷ്ടാവോ? എന്ത് മധുരം? എന്തേ പറയുന്നത് നിങ്ങൾ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇതെവിടെ പോവാ? ഞാൻ ചോദിച്ചത് മറുപടി പറഞ്ഞിട്ട് പോകും. നിങ്ങൾ എന്തേ ചെയ്തത്? നിങ്ങളോട് ആര് പറഞ്ഞു എന്നെ അനുവാദമില്ലാതെ കിസ് ചെയ്യാനൊക്കെ? അന്ന് മോള് ബൈക്കിൽ വെച്ച് എന്നെ കിസ് ചെയ്തപ്പോ ആരെങ്കിലും അനുവാദം തന്നിരുന്നു? ഇല്ലല്ലോ. നിനക്കെന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് നീ എന്നെ കിസ് ചെയ്തു. അതേപോലെ തന്നെ എനിക്ക് നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നിന്നെയും കിസ് ചെയ്തു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊക്കെ വിട്. നീ മധുരം ഇഷ്ടപ്പെട്ടോ എന്ന് പറയുന്നേ. അതെ, ഇഷ്ടമൊക്കെ അറിഞ്ഞല്ലോ. എന്റെ പൊന്നു മോളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതിന്റെ പേരിൽ ഉടായ്പും വേഷം കെട്ടും പഠിക്കാതിരിക്കലോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇതോടെ വെച്ച് കട്ട് ചെയ്യും. മനസ്സിലായല്ലോ? ഞാൻ മുഴുവൻ പഠിക്കും. ഇനി തൊട്ട് ഞാൻ നല്ല ആ, നല്ല കുട്ടിയെ നിനക്ക് കൊള്ളാം. ശരി, ഇനി എന്റെ മധുരമല്ലാത്തൊരു കേക്ക് കഴിച്ചാലോ? എന്തു പറയുന്നു? എനിക്ക് ആദ്യമായിട്ട് മധുരമുള്ള കേക്ക് കഴിച്ചാൽ മതി. എന്തോ? എങ്ങനെ? അത് വല്ലപ്പോഴും കിട്ടുന്ന സാധനമാണ്.
എല്ലായ്പ്പോഴും അതൊന്നും എടുത്തു കൊടുക്കില്ല ഈ ആദി. ആദ്യം തരണ്ട, ഞാൻ എടുത്തോളാം. Love you, ആദി. ലവ് യു ടു എന്റെ പെണ്ണെ. നിന്നെ ഹഗ് ചെയ്യണമെന്നും കിസ് ചെയ്യണമെന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ എന്നെ തന്നെ ഒരു കൺട്രോളിൽ നിർത്തല്ലേ. ഇനി ഒന്നിനും ഒരു കൺട്രോളും വേണ്ട. നമ്മൾ രണ്ടുപേരും നമുക്ക് മാത്രമായിട്ട് ഇരിക്കാം. ആദ്യം ഇഷ്ടമുള്ളത് തന്നെ ചെയ്യാം. എനിക്ക് അറിയത്തില്ല. ഓക്കെ? ആർമീസ് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൂജപ്പിന്റെ കുറച്ച് അവധിയുടെ കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. അപ്പൊ അതിന് കുറച്ച് സമയം കിട്ടിയപ്പോ ഞാൻ എഡിറ്റ് ചെയ്തതാണ്. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്, എനിക്കറിയാം. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഇനി എക്സാം ഒക്കെ കഴിഞ്ഞിട്ടേ വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുവരെ നിങ്ങൾ ഈ എപ്പിസോഡായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുക. ഓക്കെ, താങ്ക് യു.